നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നഗരവികസനത്തിനൊരുങ്ങുന്ന കൂറ്റനാട് ടൗണിൽ റോഡരികിൽ അശാസ്ത്രീയമായി വൈദ്യുത പോസ്റ്റുകൾ സ്ഥാപിച്ചതായി പരാതി. സംഭവത്തിൽ കൂറ്റനാട് ടൗൺ വികസന കമ്മിറ്റി, KSEB ഉന്നത ഉദ്യോഗസ്ഥർക്കും പൊതുമരാമത്ത് വകുപ്പിനും പരാതി നൽകി. കഴിഞ്ഞ ദിവസമാണ് KSEB കൂറ്റനാട് ടൗണിൽ റോഡരികിലായി വൈദ്യുതി പോസ്റ്റ് സ്ഥാപിച്ചത്. അടിത്തറ കോൺക്രീറ്റ് ചെയ്ത ശേഷം അതിനു മുകളിലായാണ് ഇരുമ്പ് പോസ്റ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. സർക്കാർ പ്രഖ്യാപിച്ച ടൗൺ വികസനം നടപ്പിലാക്കാനിരിക്കെ തീർത്തും അശാസ്ത്രീയമായും ദീർഘവീക്ഷണമില്ലാതെയുമാണ് ഇത്തരത്തിൽ പോസ്റ്റുകൾ സ്ഥാപിച്ചതെന്ന ആരോപണം ശക്തമാണ്. ടൗൺ വികസനം നടപ്പിലാക്കാൻ ആരംഭിച്ചാൽ റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി ഈ പോസ്റ്റുകൾ നീക്കം ചെയ്യേണ്ടി വരുമെന്നിരിക്കെയാണ് ഇവ സ്ഥാപിച്ചിട്ടുള്ളത്. കൂറ്റനാട് ടൗണിൽ ഇത്തരത്തിൽ 2 പോസ്റ്റുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. നിലവിൽ സംസ്ഥാന പാതയുൾപ്പെടെ 4 റോഡുകൾ സംഗമിക്കുന്ന കൂറ്റനാട് സെന്ററിൽ ഗതാഗതക്കുരുക്ക് പതിവാണ്. ഇതിനിടെയാണ് റോഡരികിനോട് ചേർന്ന് ഇവ സ്ഥാപിച്ചിരിക്കുന്നത്. വീണ്ടും പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കേണ്ടി വന്നാൽ ഇരട്ടി തുക ചെലവഴിക്കേണ്ടതായും വരും. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുന്ന തരത്തിൽ സ്ഥാപിച്ച വൈദ്യുത പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കൂറ്റനാട് ടൗൺ വികസന കൂട്ടായ്മ KSEBക്കും പൊതുമരാമത്ത് വകുപ്പിനും പരാതി നൽകി. കാപ്പ നിയമപ്രകാരം യുവാവ് അറസ്റ്റിൽ. വിളയൂർ കരിങ്ങനാട് കൊഴിഞ്ഞിപ്പറമ്പ് ആണ്ടിക്കാട്ടിൽ 29 വയസ്സുള്ള മുഹമ്മദ് ആസാദിനെയാണ് കൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തത്. കാപ്പ നിയമപ്രകാരം യുവാവിനെ അറസ്റ്റ് ചെയ്തു. കരിങ്ങനാട് കൊഴിഞ്ഞിപ്പറമ്പ് ആണ്ടിക്കാട്ടിൽ മുഹമ്മദ് ആസാദിനെയാണ് കൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്ക് 29 വയസ്സാണ്. MDMA, അടിപിടി തുടങ്ങി ഒട്ടേറെ കേസുകളിലെ പ്രതിയാണ്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് പ്രതിയെ പിടികൂടിയത്. മേലെ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലെ റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള കട്ടവിരിക്കൽ പ്രവൃത്തികൾ പൂർത്തിയായി. നിലവിൽ ഇരുവശങ്ങളിലൂടെയും വാഹനങ്ങൾ കടത്തിവിടാനും തുടങ്ങി. മേലെ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലെ സിഗ്നൽ ലൈറ്റിന് സമീപത്താണ് റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള ഇന്റർലോക്ക് കട്ടവിരിക്കൽ പ്രവൃത്തികൾ നടത്തി വന്നിരുന്നത്. 2 ആഴ്ചക്കാലത്തോളമായി ഇവിടെ പ്രവൃത്തികൾ ആരംഭിച്ചിട്ട് ഒരു വശത്തെ ഇന്റർലോക്ക് കട്ടവിരിക്കൽ പൂർത്തിയാക്കിയാണ് മറുവശത്തെ ഇന്റർലോക്ക് കട്ടവിരിക്കൽ ആരംഭിച്ചത്. വാഹന ഗതാഗതം ഇതിലൂടെ നിയന്ത്രിച്ചാണ് പ്രവൃത്തികൾ നടപ്പാക്കിയിരുന്നത്. കഴിഞ്ഞ ദിവസത്തോടെയാണ് പ്രവൃത്തികൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. 100 മീറ്ററിന് താഴെ വരുന്ന ഭാഗത്തെ ഇന്റർലോക്ക് കട്ടവിരിക്കുവാനുള്ള ഗതാഗത നിയന്ത്രണവും ഗതാഗതക്കുരുക്കും വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇടവരുത്തിയിരുന്നത്. BJP ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് 2 ദിവസം കൊണ്ട് തന്നെ മറുവശത്തെ ഇന്റർലോക്ക് കട്ടവിരിക്കലും പൂർത്തിയായി. തൃത്താല പടിഞ്ഞാറങ്ങാടിയിൽ റോഡിലേക്കൊടിയ 2 വയസ്സുകാരന് കാർ തട്ടി പരിക്കേറ്റു. കാർ ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ മൂലം വലിയ ദുരന്തമൊഴിവായി. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് തൃത്താല പടിഞ്ഞാറങ്ങാടി സെന്ററിലാണ് നടക്കുന്ന അപകടം നടന്നത്. ചങ്ങരംകുളം പള്ളിക്കര സ്വദേശിയുടെ മകനായ 2 വയസ്സുകാരൻ മാതാവുമൊത്ത് പടിഞ്ഞാറങ്ങാടിയിലെ കടയിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയതായിരുന്നു. ഇതിനിടെയാണ് കുട്ടി അപ്രതീക്ഷിതമായി റോഡിലേക്ക് ഇറങ്ങിയോടിയത്. അപകടത്തിൽ സാരമായി പരിക്കേറ്റ കുട്ടിയെ പടിഞ്ഞാറങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. വലതുകാലിന് പൊട്ടലേറ്റിട്ടുണ്ട്. അപകടം മുന്നിൽ കണ്ട് കാർ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്കിട്ട് വേഗത കുറച്ചതാണ് അപകടത്തിന്റെ ആഘാതം കുറച്ചത്. പരിക്കേറ്റെങ്കിലും അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ് കുടുംബം. ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസിന് പുതിയ സ്മാർട്ട് കെട്ടിടം യാഥാർത്ഥ്യമാകുന്നു. 42 ലക്ഷം രൂപ ചെലവഴിച്ചുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. മുഹമ്മദ് മുഹസിൻ MLA കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി. ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെയാണ് മുഹമ്മദ് മുഹസിൻ MLAയുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തിയത്. ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ഓഫീസ് ആക്കുന്നതിന്റെ ഭാഗമായാണ് 45 ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ഫ്രണ്ട് ഓഫീസ്, വില്ലേജ് ഓഫീസ് റൂം, ഓഫീസ് സ്റ്റാഫ് റൂം, ഡൈനിങ് ഏരിയ, 2 പബ്ലിക് ശുചിമുറി, ഓഫീസ് സ്റ്റാഫുകൾക്ക് ഉള്ള ശുചിമുറി തുടങ്ങിയവയെല്ലാം പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഹൗസിംഗ് ബോർഡിന്റെ മേൽനോട്ടത്തിൽ പാലക്കാട് നിർമ്മിതി കേന്ദ്രയാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തുന്നത്. മണ്ഡലത്തിലെ ശോചനീയാവസ്ഥയിലായിരുന്ന 7 വില്ലേജ് ഓഫീസുകൾ ഇതിനോടുകൂടി സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാക്കിയെന്നും മരുതൂർ വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാകുമെന്നും മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. അധികം താമസിയാതെ തന്നെ പുതിയ കെട്ടിടം തുറന്നു കൊടുക്കാനാകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു.
ഓങ്ങല്ലൂർ 1 വില്ലേജ്, നമ്മുടെ മരുതൂര് സ്ഥിതി ചെയ്യുന്ന ഓങ്ങല്ലൂർ 1 വില്ലേജ് നേരത്തെ വളരെ സൗകര്യങ്ങൾ പരിമിതമായിരുന്ന ഒന്നായിരുന്നു. അത് ഇപ്പൊ സ്മാർട്ട് വില്ലേജ് ആക്കി പുതുക്കി പണിയുന്നതിന് വേണ്ടി പുതിയ കെട്ടിടം നിർമ്മിച്ച് അതിന്റെ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇന്റീരിയർ വർക്ക് അടക്കം വയറിംഗ്, അതുപോലെ തന്നെ ഇന്റീരിയർ വർക്ക് അടക്കമുള്ള വർക്കുകളാണ് ഇനി ബാക്കിയുള്ളത്. ബാക്കി എല്ലാ വർക്കുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഈ പ്രദേശത്തെ വില്ലേജ് ഓഫീസിന്റെ സംവിധാനങ്ങൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഉടനെ തന്നെ ഇതിന്റെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയും. പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിൽ, നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ ഏതാണ്ട് എല്ലാ വില്ലേജുകളും സ്മാർട്ട് വില്ലേജ് ആകുന്ന പ്രവർത്തനം നടക്കുന്നു. ഓങ്ങല്ലൂർ 2 വില്ലേജ് നേരത്തെ പുതിയ കെട്ടിടമാക്കി, അതുപോലെ കൊപ്പത്ത് പുതിയ കെട്ടിടമാക്കി, പുലിക്കല്ലൂർ പുതിയ കെട്ടിടമാക്കി, മുതുതല പുതിയ കെട്ടിടമാക്കി, തിരുവേഗപ്പുറയിൽ പുതിയ കെട്ടിടമാക്കി, അതോടൊപ്പം വല്ലപ്പുഴയിൽ പുതിയ നിലവിലുള്ള കെട്ടിടം നവീകരിച്ചു. പുതിയ സൗകര്യങ്ങളൊക്കെ തന്നെ അവിടെ ഒരുക്കി. ഇനി പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം പുതിയ റവന്യൂ ടവർ ഇപ്പോൾ ടെൻഡർ കഴിഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് കിഫ്ബി പദ്ധതികൾ തൽക്കാലം ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ റവന്യൂ ടവറിലേക്ക് പട്ടാമ്പി വില്ലേജ് കൂടി മാറുന്നതോടുകൂടി സമ്പൂർണ്ണമായ സ്മാർട്ട് വില്ലേജ് ഉള്ള മണ്ഡലമായിട്ട് പട്ടാമ്പി മണ്ഡലം മാറാൻ പോവുകയാണ്. എന്തായിരുന്നാലും ഈ ഓങ്ങല്ലൂർ 1 വില്ലേജ് കൂടി വളരെ വേഗത്തിൽ തന്നെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതായി. ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഭാഗവത സപ്താഹ യജ്ഞം ഓഗസ്റ്റ് 2 മുതൽ 9 വരെ ആഘോഷിക്കും. ആഗസ്റ്റ് 2-ാം തീയതി രാവിലെ 7 മണി മുതൽ 150-ലധികം പേർ പങ്കെടുക്കുന്ന സമ്പൂർണ്ണ നാരായണീയ പാരായണം നടക്കും. അന്നേ ദിവസം വൈകിട്ട് ക്ഷേത്രം തന്ത്രിമാരായ ആഞ്ഞം മധുസൂദനൻ നമ്പൂതിരിയും അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാടും കൂടി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതോടെ സപ്താഹത്തിന് തുടക്കം കുറിക്കും. ഓഗസ്റ്റ് 9-ന് അവഭൃത സ്നാനത്തോടുകൂടി സപ്താഹം സമാപിക്കും. ഓഗസ്റ്റ് 10-ന് വത്സല മേഴത്തൂരും സംഘവും സമ്പൂർണ്ണ ദേവീ മഹാത്മ്യ പാരായണം നടത്തും. ആഗസ്റ്റ് 4-ന് വിദ്യാഗോപാലാർച്ചന, 6-ന് ഉണ്ണിയൂട്ട് ഉറിയടി, 7-ന് രുക്മിണി സ്വയംവര ഘോഷയാത്ര, 8-ന് സർവൈശ്വര്യ പൂജ, കാർത്തികഊട്ട്, സന്താന ഗോപാല പൂജ എന്നിവയുമുണ്ടാകും. ഭാഗവത കൗസ്തുഭം കണ്ടമംഗലം നാരായണൻ നമ്പൂതിരി യജ്ഞാചാര്യനും തലവണ്ണ പരമേശ്വരൻ നമ്പൂതിരി, അരീക്കര വാസുദേവൻ നമ്പൂതിരി തുടങ്ങിയ സഹാചാര്യന്മാരുടെയും നേതൃത്വത്തിലാണ് യജ്ഞം നടക്കുന്നത്. ഓഗസ്റ്റ് 14-ന് ക്ഷേത്രത്തിലെ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട് എന്നിവ നടത്താനും തീരുമാനിച്ചതായി എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ശ്രീ ഞാങ്ങാട്ടി ഭഗവതി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം ഓഗസ്റ്റ് 2-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. ഭാഗവത ആചാര്യൻ ബ്രഹ്മശ്രീ കണ്ടമംഗലം നാരായണൻ നമ്പൂതിരിയാണ് ആചാര്യനായിട്ടുള്ളത്. അന്നേ ദിവസം തന്നെ സമ്പൂർണ്ണ നാരായണീയ പാരായണത്തോടെയാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. 7 ദിവസങ്ങളായിട്ട് സപ്താഹവും, അതോടൊപ്പം തന്നെ 10-ാം തീയതി ദേവി മഹാത്മ്യത്തോട് കൂടിയിട്ടാണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ചടങ്ങുകൾ കഴിയുന്നത്. സാധാരണയായിട്ട് നമ്മുടെ ആനയൂട്ട് നടത്തി വരാറുള്ളത് കർക്കിടക മാസത്തിലെ 30 വെള്ളിയാഴ്ചയാണ് ചെയ്യാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് മാറ്റം വരുത്തി കർക്കിടകത്തിലെ പോക്ക് വെള്ളിയാഴ്ച എന്നുള്ളതിലേക്കാക്കി മാറ്റിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ധാരാളം ഭക്തജനങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ജനങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം വരുത്തിയിട്ടുള്ളത്. തളിമഹൽ ജുമാ മസ്ജിദ്, ഹിദായത്തുൽ ഇസ്ലാം മദ്രസ എന്നിവയുടെ അടുത്ത 2 വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ജുമാ നമസ്കാര ശേഷം പള്ളിയിൽ വെച്ച് മഹല്ല് നിവാസികൾക്ക് മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്താണ് കമ്മിറ്റി അധികാരമേറ്റത്. മഹല്ല് ഖത്തീബും മുദരിസുമായ ഹാഫിൽ ഫാസിൽ ഹുദവി AR നഗർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രസിഡന്റ് VU അബ്ദുൾ നാസർ, ജനറൽ സെക്രട്ടറി TM നാസർ, ട്രഷറർ TM അയ്യൂബ്, വൈസ് പ്രസിഡന്റ് VV അഹമ്മദ്, ജോയിന്റ് സെക്രട്ടറിമാരായ സലാം മാച്ചാമ്പുള്ളി, PH മൊയ്തീൻ മറ്റംഗങ്ങളും സത്യവാചകം ചൊല്ലി ചുമതലയേറ്റു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. കോൺഗ്രസ് നേതാവായിരുന്ന KSBA തങ്ങളെ തിരുവേഗപ്പുറയിൽ അനുസ്മരിച്ചു. കോൺഗ്രസ് നേതാവും പട്ടാമ്പി നഗരസഭാ ചെയർമാനുമായിരുന്ന KSBA തങ്ങളുടെ 3-ാം ടേം വാർഷികത്തോടനുബന്ധിച്ചാണ് തിരുവേപ്പുറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി കമ്മുക്കുട്ടി എടത്തോൾ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് K ശ്രീജേഷ് അധ്യക്ഷനായിരുന്നു. നേതാക്കളായ M രാധാകൃഷ്ണൻ, TP കേശവൻ, PP ഇന്ദിരാദേവി, ഹമീദ് പാറക്കൽ, സജീവ് കുമാർ വെളിയൂർ, ആര്യ സുജീഷ്, അബ്ദുൽ ഖാദർ കോലോത്ത്, ബഷീർ നടുവട്ടം, സുരേഷ് ബാബു P, സുലൈമാൻ PK, MT റഫീഖ്, അബ്ദുൽ ഖാദർ PT, ശ്രീധരൻ ചെമ്പ്ര തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.